ഊന്നുകല്ലിൽ ആൾതാമസമില്ലാത്ത വീടിന്റെ മാലിന്യക്കുഴിയുടെ മാൻഹോളിൽ സ്ത്രീയെ കൊലപ്പെടുത്തി ഒളിപ്പിച്ചതായി കണ്ടെത്തി. ദുർഗന്ധമുയർന്നതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കൊലപാതകം നടന്നിട്ട് 3 ദിവസമെങ്കിലും ആയിട്ടുണ്ട്. സമീപത്തെ കെട്ടിടത്തിൽ രക്തക്കറയും കണ്ടെത്തി. തെളിവ് ശേഖരിക്കുന്നതിനായി ഫോറൻസിക് സംഘവും ഡോഗ് സ്ക്വാഡും എത്തിയിരുന്നു. റൂറൽ എസ്പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. ഊന്നുകൽ മൃഗാശുപത്രിപ്പടിക്ക് സമീപം ദേശീയപാതയോരത്ത് അടച്ചിട്ടിരിക്കുന്ന ഹോട്ടലിനോടനുബന്ധിച്ചുള്ള ആൾതാമസമില്ലാത്ത വീടിന് പിന്നിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മാലിന്യക്കുഴിയുടെ മാൻഹോളിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിലാണ് മൃതദേഹം ഒളിപ്പിച്ചിരുന്നത്. ഇരുമ്പ് ഗ്രില്ലുകൊണ്ടുള്ള മൂടിയാണ് മാൻഹോളിനുള്ളത്. പ്രാഥമിക നടപടികളെല്ലാം പൂർത്തിയാക്കി വൈകുന്നേരമാണ് കോൺക്രീറ്റ് സ്ലാബും ഗ്രില്ലും പൊളിച്ചുമാറ്റി മൃതദേഹം പുറത്തെടുത്തത്. മധ്യവയസ്സ് കഴിഞ്ഞ സ്ത്രീയുടേതായിരുന്നു മൃതദേഹം. കോളപ്പം എങ്ങനെയാ സാർ ഇത്? ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് നടപടികളും അന്വേഷണവും. റൂറൽ എസ്പിയും സംഭവസ്ഥലത്ത് എത്തിയിരുന്നു. പ്രൈമഫേസി നമ്മൾ ആദ്യം നമുക്ക് കേസ് റിപ്പോർട്ട് ചെയ്ത സമയത്ത് ഒരു ബ്രേക്ക് ഓപ്പൺ കേസായിട്ടും അറ്റംപ്റ്റ് ടു തെഫ്റ്റ് കേസായിട്ടാണ് നമുക്ക് ഇവിടെ ഊന്നുകൽ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ടായത്. പിന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ബേസിക്കും എൻക്വയറികളും പിന്നെ പരിശോധനയും നടത്തിയ സമയത്താണ് ഇങ്ങനെ കുറച്ചൊരു സ്മെല്ല് കണ്ടതും പിന്നെ പെട്ടെന്ന് ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഉള്ള മാൻ ഹോൾസ് പാർട്ട് ഹോൾസ് എല്ലാം ഒന്ന് പരിശോധിക്കാൻ തുടങ്ങി. ഫോറൻസിക് ടീമും പെട്ടെന്ന് ഇവിടെ എത്തി. അപ്പോൾ അതിന്റെ പരിശോധനയാണ് നമുക്ക് ഇവിടെ ഒരു മരിച്ച സ്ത്രീയുടെ ഒരു മൃതദേഹം ഇവിടെ കണ്ടിരുന്നത്. അപ്പോൾ അത് കണ്ടിട്ടാണ് സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മൊത്തം ജില്ലയിനകത്തും ബോർഡറിംഗ് ജില്ലേൻ്റെ അകത്തുള്ള മിസ്സിംഗ് കേസുകളൊക്കെ എടുത്ത് ഡീറ്റെയിൽസ് പരിശോധിച്ചിട്ട് നമ്മളൊരു സംശയം ഒരു മിസ്സിംഗ് കേസിൻ്റെ സംശയം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്കിയുള്ള രേഖകളും കാര്യങ്ങളും ഈ മൃതദേഹം എടുത്തിട്ട് അതിൻ്റെ ബേസിക് പരിശോധനകളും ഫോറൻസിക് പരിശോധനകളും TNCയും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണ് ബാക്കി കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ബോഡി എടുത്തിട്ടാണ് നമുക്ക് ബാക്കിയുള്ള ഫർദർ പരിശോധനകളൊക്കെ നടത്തുന്നത്. അതുമാത്രമേ നമുക്ക് സംശയത്തിലുള്ള കേസിൻ്റെ അടിസ്ഥാനത്തിൽ അതിനായിട്ട് നമ്മൾ സസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരുടെ പിടിക്കാനും അവരെ പരിശോധിക്കാനും അവരെ എൻക്വയറി ചെയ്യാനുള്ള ടീമും ഫോം ചെയ്തിട്ടുണ്ട്. അതും പാരലലാണ്. ഹോട്ടലിന്റെ പിൻഭാഗത്തുള്ള വീടിന്റെ വർക്ക് ഏരിയയിൽ വച്ച് സ്ത്രീയെ കൊലപ്പെടുത്തിയെന്നാണ് സംശയിക്കുന്നത്. ഇവിടെ രക്തക്കറ കാണപ്പെട്ട സാഹചര്യത്തിലാണ് ഈ നിഗമനം. കെട്ടിടത്തിന്റെ ഉടമ ഫാദർ മാത്യൂസ് കണ്ടോന്ത്രയ്ക്കൽ വെള്ളിയാഴ്ച രാവിലെ എത്തിയപ്പോഴാണ് ദുർഗന്ധം ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. 2 ദിവസം മുമ്പ് അദ്ദേഹം എത്തിയപ്പോൾ വർക്ക് ഏരിയയിൽ ആരോ അതിക്രമിച്ചു കടന്നതിന്റെ ലക്ഷണമുണ്ടായിരുന്നു. രക്തക്കറയും കണ്ടിരുന്നു. ഇക്കാര്യം അന്ന് തന്നെ പരാതിയിലൂടെ പോലീസിനെ അറിയിച്ചിരുന്നുവെന്ന് ഫാദർ മാത്യു പറഞ്ഞു. ഞാൻ ഔട്ട് ഹൗസിൻ്റെ അങ്ങേ ഭാഗത്ത് താഴെ തകർത്തിട്ടിരിക്കുന്നതായി കാണുവാണ്. അത് 20-ാം തീയതി ഏതാണ്ട് ഒരു 4:30 ഞാൻ കാണുന്നത്. 4:45 കാണുന്നത്. അവിടെ താഴെ തകർത്തിട്ടിരിക്കുന്നത് കണ്ടു. അതുപോലെ ലെഫ്റ്റ് സൈഡിൽ അല്പം ബ്ലഡ് പോലെ എനിക്ക് തോന്നി അവിടെ കിടക്കുന്ന പോലെ. ഞാൻ വേറെ ഒന്നും പഠിച്ചില്ല. അതിൻ്റെ പൂർണ്ണമായ രൂപം സ്റ്റേഷനിൽ പറയുകയും ഞാൻ കണ്ട കാര്യങ്ങൾ പറയുകയും ചെയ്തു. വേഗം തന്നെ അവർ വളരെ കാര്യോപയോഗമായിട്ട് അതെടുത്ത് അപ്പം തന്നെ വന്ന് നോക്കി കാര്യങ്ങളൊക്കെ ചെയ്തു. ഇതാണ് അവസ്ഥ. അപ്പോൾ എനിക്ക് അവരോട് ഞാൻ പറഞ്ഞു, പോലീസുകാർ ഡിപ്പാർട്ട്മെൻറ്റിൽ പറഞ്ഞു, ഇതിൽ പൂർണ്ണമായൊരു ക്ലാരിറ്റി വരുത്തി തരണം. ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ ആ ക്ലാരിറ്റി വരുത്താനുള്ള ശ്രമം അവരുടെ ഭാഗത്തു നിന്ന് ഭംഗിയായിട്ടുണ്ടായി. എന്നെ ഏറെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തുകൊണ്ട് തന്നെ അവർ വേണ്ട കാര്യങ്ങളൊക്കെ വേണ്ടതുപോലെ ചെയ്തു. ഇതാണ് സംഭവം. അതിനുശേഷം ഞാൻ ഇന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവർ വിളിച്ചു, സ്റ്റേഷനിൽ വിളിച്ച്
ഫ്രണ്ട് മുറിയിൽ കയറി കഴിഞ്ഞപ്പോൾ ഭയങ്കര സ്മെല്ല് എനിക്ക് തോന്നി. എൻ്റെ കൂടെ എൻ്റെ സുവിശേഷകരുണ്ട്. ആ കൂട്ടത്തിൽ ഒന്നിച്ച് മാത്യൂസ് ബ്രദറും ദീപക്ക് ഞങ്ങളെല്ലാം ഒന്നിച്ച് കയറി കഴിഞ്ഞപ്പോൾ സ്മെല്ല് അനുഭവപ്പെട്ടു. ആ സ്മെല്ല് അങ്ങനെ തന്നെ ഞാൻ സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അവർ വന്ന് അതിൻ്റെ വേണ്ടതുപോലെ എല്ലാം ചെയ്തിട്ടുണ്ട്. കെട്ടിടത്തിന് സമീപത്തായി എന്തൊക്കെയോ വസ്തുക്കൾ അഗ്നിക്കിരയാക്കിയതിന്റെ അവശിഷ്ടങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും തെളിവ് ശേഖരണത്തിനായി എത്തിയിരുന്നു. റോണി എന്ന പോലീസ് നായയുടെ സേവനമാണ് പോലീസ് ഉപയോഗിച്ചത്. നായ മണം പിടിച്ച ശേഷം ദേശീയപാതയിലൂടെ മൃഗാശുപത്രിക്ക് സമീപം വരെയാണ് പോയത്. GTV ന്യൂസ്, കവളങ്ങാട്.